ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ 2022-23 അധ്യയന വർഷത്തെ, അതായത് കഴിഞ്ഞ വർഷത്തെ ഇംഗ്ലീഷ് സെക്കൻഡ് ടൈം എവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരി, നമുക്ക് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഒന്ന് വായിച്ച് നോക്കിയാലോ. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? യെസ്, റീഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ബിഫോർ യു റൈറ്റ്. യു ഹാവ് 15 minutes ഫോർ റീഡിങ് ദ ക്വസ്റ്റ്യൻസ്. എന്താണ്? നിങ്ങൾക്ക് 15 മിനിറ്റ് ക്വസ്റ്റ്യൻസ് വായിക്കുന്നതിനാണല്ലേ. റീഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ബിഫോർ യു റൈറ്റ്. നിങ്ങൾ എഴുതുന്നതിന് മുമ്പ് എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം? വായിച്ചു നോക്കണം. അതിനായിട്ട് എത്ര സമയമുണ്ട്? 15 minutes ഫോർ റീഡിങ് ദ ക്വസ്റ്റ്യൻസ്. ദെൻ ആക്ടിവിറ്റി 1 ഈസ് കമ്പൽസറി. പിന്നെ എന്താണ് കൂട്ടുകാരെ പറയുന്നത്? ആക്ടിവിറ്റി 1 ഈസ് കമ്പൽസറി. ആക്ടിവിറ്റി 1 എന്താണ്? നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ദെൻ എന്താ പറയുന്നത്? അറ്റംപ്റ്റ് എനി 4 ക്വസ്റ്റ്യൻസ് ഫോർ ആക്ടിവിറ്റീസ് 2 to 6. 2 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി, അറ്റംപ്റ്റ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരൻ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഇൻസ്ട്രക്ഷൻ നന്നായി വായിച്ച് നോക്കണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ. ആർ യു റെഡി? ഓക്കെ, റീഡിംഗ് കോംപ്രിഹെൻഷൻ. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. എന്താണ് കൂട്ടുകാരെ? നൽകിയിട്ടുള്ള പാസേജ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ. നമുക്ക് പാസേജ് ഒന്ന് വായിച്ച് നോക്കാം. There was a tall and strong teak tree in the forest. എന്താണ്? ഫോറസ്റ്റിൽ ഒരു ഉയരമുള്ളതും ശക്തരുമായൊരു ടീക്ക് ട്രീ ഉണ്ടായിരുന്നു. എ സ്മോൾ പ്ലാന്റ് ഗ്യൂ നെക്സ്റ്റ് ടു ദ ട്രീ. ആ ട്രീയുടെ അടുത്ത് എന്താണ്? ഒരു കുഞ്ഞു പ്ലാന്റ് വളരുന്നുണ്ടല്ലേ. ഓക്കെ, നോക്കൂ. അപ്പോൾ നമുക്കിവിടെ ചിത്രത്തിൽ കാണാനുണ്ട് ടീക്ക് ട്രീ ഉണ്ട്, അതിൻ്റെ സമീപത്തായിട്ട് എന്താണ്? ഒരു സ്മോൾ പ്ലാന്റും ഉണ്ടല്ലേ. അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിച്ച് നോക്കാം. ലുക്ക്, ഐ ആം വെരി സ്ട്രോങ്, നോ വൺ ക്യാൻ ഡിഫീറ്റ് മീ. ടീക്ക് ട്രീ പറയാണ്, ലുക്ക്, നോക്ക്, ഐ ആം വെരി സ്ട്രോങ്, ഞാൻ വളരെ ശക്തനാണ്. നോ വൺ ക്യാൻ ഡിഫീറ്റ് മീ, ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ സ്മോൾ പ്ലാന്റ് എന്താ പറയുന്നത് കൂട്ടുകാരെ? യെസ് ഡിയർ ഫ്രണ്ട്, ടു മച്ച് പ്രൈഡ് ഈസ് ഹാംഫുൾ. അഹങ്കാരം എന്താണ്? ആപത്താണ്. ഈവൻ ദ സ്ട്രോങ് വൺ വിൽ ഫാൾ വൺ ഡേ. ഏതൊരു സ്ട്രോങ് ആയ ആളും എന്താണ്? ഒരു ദിവസം വീഴുമെന്ന് പറയുകയാണല്ലേ. അതായത് ഒരു ദിവസം അതിനും എന്തുണ്ടാകും? ഒരു പതനം ഉണ്ടാകുമെന്ന് പറയുകയാണ്. വൺ ഡേ ദർ വാസ് എ സ്റ്റോം ഇൻ ദ ഫോറസ്റ്റ്. ഫോറസ്റ്റിലൊരു ദിവസം എന്താണ്? ഒരു ശക്തമായ കൊടുങ്കാറ്റുണ്ടായി. ദ സ്മോൾ പ്ലാന്റ് ബോഡ് ലോ. അപ്പോൾ നമ്മുടെ സ്മോൾ പ്ലാന്റ് എന്താണ് കൂട്ടുകാരെ ചെയ്തത്? യെസ്, എന്താണ്? ബോഡ് ലോ, താഴ്ന്നു നിന്നു. ദ ടീക്ക് ട്രീ ഡിഡ് നോട്ട് വാണ്ട് ടു ബോ. പക്ഷെ എന്താണ്? ടീക്ക് ട്രീക്ക് അങ്ങനെ ബോ ചെയ്യാൻ കഴിയുമോ? താഴ്ന്നു നിൽക്കാൻ കഴിയുമോ? ഇല്ലല്ലേ. ദ സ്റ്റോം became stronger and the teak tree became weaker. സ്റ്റോം എന്തായി? സ്ട്രോങ്ങറായി, ശക്തി പ്രാപിച്ചു. അപ്പോൾ ടീക്ക് ട്രീക്ക് എന്ത് സംഭവിച്ചു? became weaker, അത് വീക്കായി അല്ലേ. അറ്റ് ലാസ്റ്റ് ദ ടീക്ക് ട്രീ ഫെൽ ഡൗൺ. അവസാനം എന്താ കൂട്ടുകാരി സംഭവിച്ചത്? യെസ്, ദ ടീക്ക് ട്രീ ഫെൽ ഡൗൺ. ടീക്ക് ട്രീ താഴെ വീണു. ദിസ് വാസ് ദ എൻഡ് ഓഫ് ദ സ്ട്രോങ് ടീക്ക് ട്രീ. ഇതായിരുന്നു ശക്തനായ ടീക്ക് ട്രീയുടെ അവസാനം അല്ലേ. വെൻ ദ സ്റ്റോം സ്റ്റോപ്പ് ദ സ്മോൾ പ്ലാന്റ് സ്റ്റുഡ് സ്ട്രൈറ്റ്. വെൻ ദ സ്റ്റോം സ്റ്റോപ്പ്ഡ്, കൊടുങ്കാറ്റ് അവസാനിച്ചപ്പോൾ എന്താണ്? സ്മോൾ പ്ലാന്റ് എന്ത് ചെയ്തു? സ്റ്റുഡ് റൈറ്റ്, നേരെ നിന്നു. ഓക്കെ, കൂട്ടുകാർക്ക് കഥ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്വസ്റ്റ്യൻ എന്താണ്? ഐ ആം വെരി സ്ട്രോങ്, ഹു സാഡ് ദിസ്. ഞാൻ വളരെ ശക്തനാണ്. ഹു സാഡ് ദിസ്, ഇതാരാണ് പറഞ്ഞത്? ആരാണ് കൂട്ടുകാരെ പറഞ്ഞത് ഇങ്ങനെ ഐ ആം വെരി സ്ട്രോങ് എന്ന്? യെസ്, നമുക്കറിയാം ആരാണ്. യെസ്, ടീക്ക് ട്രീ അല്ലേ. സോ നമുക്ക് ആൻസർ എഴുതാം, ടീക്ക് ട്രീ. ഓക്കെ, ദ നെക്സ്റ്റ് വേർഡ് ഇസ് എ സ്മോൾ പ്ലാന്റ് ഗ്രോ. എവിടെയാണ് ആ കുഞ്ഞു ചെടി വളർന്നത്? എവിടെയാണ്? യെസ്, നമുക്കറിയാം നെക്സ്റ്റ് ടു ദ ട്രീ അല്ലേ. അതായത് ട്രീയുടെ അടുത്തല്ലേ. സോ നമുക്ക് എങ്ങനെ ആൻസർ എഴുതാം? യെസ്, ദ സ്മോൾ പ്ലാന്റ് ഗ്രൂ നെക്സ്റ്റ് ടു ദ ട്രീ. ദ സ്മോൾ പ്ലാന്റ് ഗ്രൂ നെക്സ്റ്റ് ടു ദ ട്രീ. ഓക്കെ, ദെൻ സി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡിഡ് എ സ്മോൾ പ്ലാന്റ് ഡു അറ്റ് ദ ടൈം ഓഫ് ദ സ്റ്റോം. കൊടുങ്കാറ്റ് ഉണ്ടാക്കുമ്പോൾ സ്മോൾ പ്ലാന്റ് എന്താണ് സ്ഥിതി ചെയ്തത്? വാട്ട് ഡിഡ് ദ സ്മോൾ പ്ലാന്റ് ഡു അറ്റ് ദ ടൈം ഓഫ് ദ സ്റ്റോം? യെസ്, ദ സ്മോൾ പ്ലാന്റ് ബോഡ് ലോ. അതിങ്ങനെ കുനിഞ്ഞ്, അതായത് താഴേക്ക് നിന്നില്ലേ. അതായത് താഴേക്ക് ഇങ്ങനെ, അതായത് അതിൻ്റെ താഴ്ന്നു നിന്നു. ദ സ്മോൾ പ്ലാന്റ് ബോഡ് ലോ. ഓക്കെ, ദെൻ ഡി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഹാപ്പൻ ടു ടീക്ക് ട്രീ ഇൻ ദ എൻഡ്. അവസാനം എന്താണ് ടീക്ക് ട്രീക്ക് സംഭവിച്ചത്? എന്താണ് കൂട്ടുകാരി സംഭവിച്ചത്? ടീക്ക് ട്രീ ഫെൽ ഡൗൺ. സോ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? ദ ടീക്ക് ട്രീ ഫെൽ ഡൗൺ. ഓക്കെ, ദെൻ ലാസ്റ്റ് ഈ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എ സ്യൂട്ടബിൾ
ടൈറ്റിൽ ടു ദ സ്റ്റോറി. ഈ സ്റ്റോറിക്ക് എന്താണ് കൂട്ടുകാരൊരു സ്യൂട്ടബിളായ അനുയോജ്യമായൊരു ടൈറ്റിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കാവുന്നതാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ദ ടീക്ക് ട്രീ ആൻഡ് സ്മോൾ പ്ലാൻ. എന്താണ്? ദ ടീക്ക് ട്രീ ആൻഡ് സ്മോൾ പ്ലാൻ. ടീക്ക് ട്രീയും കുഞ്ഞു ചെടിയുമല്ലേ. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളൊരു ടൈറ്റിൽ കൊടുക്കുക. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 2 നോക്കിയാലോ. എന്താണ്? തോട്ട്സ് അല്ലേ. തോട്ട്സ് എന്ന് പറഞ്ഞാൽ ചിന്തകൾ. ഓക്കെ, റിയോ വെന്റ് ടു ദ ഫെയർ ഗ്രൗണ്ട് വിത്ത് ഹിസ് പാരൻസ്. എന്താണ്? റിയോ അവൻ്റെ പാരൻസിനോടൊപ്പം ഫെയർ ഗ്രൗണ്ടിലേക്ക് പോയി. ദേ സോ ദ ബലൂൺ മാൻ, ദ ടോയ് ഷോ ആൻഡ് ദ ജയന്റ് വീൽ. അവൻ എന്തൊക്കെയാണ് കൂട്ടുകാരെ അവിടെ കണ്ടത്? യെസ്, ബലൂൺ മാനെ കണ്ടു. ദെൻ ടോയ് ഷോപ്പ് ആൻഡ് ജയന്റ് വീൽ. ടോയ് ഷോപ്പും അതുപോലെ തന്നെ ജയന്റ് വീലും കണ്ടു. റിയോ വാസ് അട്രാക്റ്റഡ് ബൈ ദ ജയന്റ് വീൽ. ജയന്റ് വീലിൽ റിയോ വളരെയധികം ആകൃഷ്ടനായല്ലേ, അട്രാക്റ്റഡായി. ഹി സ്റ്റുഡ് ദർ ബട്ട് ഹിസ് പാരൻസ് മൂവ്ഡ് ഓൺ. എന്താണ്? അവൻ അവിടെ അങ്ങനെ നിന്നു. അവൻ്റെ പാരൻസ് എന്താണ്? നടന്നുപോയി. ആഫ്റ്റർ എ വൈൽ റിയോസ് മദർ ടേൺ ബാക്ക്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം റിയോയുടെ അമ്മ തിരിഞ്ഞു നോക്കി. ഷീ വാസ് ഷോക്ക്ഡ്. അവൾ ഞെട്ടിപ്പോയി. റിയോ, മൈ സൺ, വെർ ആർ യു? ഷീ ക്രൈഡ് അലൗഡ്. എന്താണ്? റിയോ, എൻ്റെ മോനെ, നീ എവിടെയാണ്? ഷീ ക്രൈഡ് അലൗഡ്. അങ്ങനെ ചോദിച്ചുകൊണ്ട് അവൾ ഉറക്കെ കരഞ്ഞു. റിയോയുടെ മദർ എന്ത് ചെയ്തു? ഉറക്കെ കരഞ്ഞു. ഓക്കെ, ഇത് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാരെ? റൈറ്റ് ദ തോട്ട്സ് ഓഫ് ദ മദർ. അമ്മയുടെ ചിന്തകൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കും ആ അമ്മയുടെ ചിന്തകൾ കൂട്ടുകാരെ? യെസ്, നമുക്ക് എഴുതി നോക്കിയാലോ? ഓക്കെ. ഓ മൈ ഡിയർ സൺ റിയോ, വെർ ആർ യു? എൻ്റെ പ്രിയ മോനെ, നീ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. വെർ ആർ യു നൗ? നീ ഇപ്പോൾ എവിടെയാണ്? ഐ വാണ്ട് ടു സീ യു. എനിക്ക് നിന്നെ കാണണം. ഐ കാൺട്ട് സ്റ്റേ വിത്തൗട്ട് സീ യു. എന്താണ്? നീ ഇല്ലാതെ എനിക്ക് കഴിയില്ല. ഇഫ് യു ഗോ നിയർ ദ ജയന്റ് വീൽ. നീയെ ജയന്റ് വീലിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവുമോ? ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഇത് എൻ്റെ മിസ്റ്റേക്കാണ്. വിൽ എനി വൺ ഹെൽപ്പ് മീ ടു ഫൈൻഡ് ഹിം. ആരെങ്കിലും അവനെ കണ്ടെത്താൻ സഹായിക്കുമോ? ഇതൊക്കെയായിരിക്കും ചിലപ്പോൾ അല്ല അവൻ്റെ അമ്മയുടെ ചിന്തകൾ. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? കൂട്ടുകാർക്ക് എന്താണോ തോന്നുന്നത് കൂട്ടുകാരുടെ ഇമാജിനേഷൻ അനുസരിച്ച് റിയോയുടെ അമ്മയുടെ ചിന്തകളാക്കി എഴുതുക. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റി 3 നോക്കിയാലോ. കോൺവെർസേഷൻ ആണല്ലേ, കോൺവെർസേഷൻ. ഓക്കെ, നമുക്ക് നോക്കാം. റിയോസ് മദർ വാസ് വെറീഡ്. റിയോയുടെ അമ്മ എന്താണ്? വളരെയധികം വെറീഡ് ആണല്ലേ. ഹൂ വിൽ ഹെൽപ്പ് മീ ഗെറ്റ് മൈ സൺ ബാക്ക്. ആരാണ് എൻ്റെ മകനെ തിരിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്നെ സഹായിക്കുക? ക്യാൻ ദ പോലീസ് ഹെൽപ്പ് മീ? പോലീസ് എന്നെ സഹായിക്കുമോ? ഷി റഷ് ടു ദ പോലീസ് അറ്റ് ദ ഫെയർ ഗ്രൗണ്ട്. അവൾ എന്ത് ചെയ്തു? വളരെ സ്പീഡിൽ പോലീസ്മാൻ്റെ അടുത്തേക്ക്, ഫെയർ ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള പോലീസ്മാൻ്റെ അടുത്തേക്ക് പോയി. വാട്ട് വുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റിയോസ് മദർ ആൻഡ് ദ പോലീസ്മാൻ. എന്താണ് കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? റിയോയുടെ മദറും അതുപോലെ തന്നെ പോലീസ്മാനും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തൊക്കെയായിരിക്കും? അവർ തമ്മിൽ എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? അതാണ് നമ്മളോട് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. റിയോസ് മദർ പറയാണ്, സർ, ഐ ലോസ് മൈ സൺ. പോലീസ്മാൻ അപ്പോൾ എന്താവും കൂട്ടുകാരെ ചോദിച്ചിട്ടുണ്ടാവുക? യെസ്, ഫ്രം വേർ എന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ, എവിടെ വെച്ച്. റിയോസ് മദർ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? യെസ്, നിയർ ദ പാർക്ക്, ഐ വാണ്ട് ടു സീ ഹിം. പാർക്കിനടുത്താണ്, എനിക്ക് അവനെ കാണണം. ദെൻ പോലീസ്മാൻ എന്താവും ചോദിച്ചിട്ടുണ്ടാവുക കൂട്ടുകാരെ? യെസ്, വാട്ട് വാസ് ഹിസ് ഡ്രസ് വിൻ ഹീസ് മിസ്സിങ്. അവൻ മിസ്സായിരുന്നപ്പോൾ അവൻ്റെ ഡ്രസ്സ് എന്തായിരുന്നു? അപ്പോൾ മദർ പറയാം, ഇഷ്ടമുള്ള കളർ കൂട്ടുകാർക്ക് എഴുതാം. എ ബ്ലൂ ഷർട്ട്, യെല്ലോ ഷോർട്ട്സ് ആൻഡ് എ വൈറ്റ് ക്യാപ്പ്. ദെൻ പോലീസ്മാൻ എന്താ പറയുക? ഡോണ്ട് വറി, വിത്തിൻ എ ഫ്യൂ മിനിറ്റ്സ് വി വിൽ ഫൈൻഡ് ഹിം. വിഷമിക്കേണ്ട, കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ അവനെ കണ്ടെത്തും. അപ്പോൾ റിയോസ് മദർ എന്താവും കൂട്ടുകാരെ പറഞ്ഞിട്ടുണ്ടാവുക? യെസ്, ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ കൂട്ടുകാരൻ എന്ത് ചെയ്യുക? ഇതുപോലൊരു കോൺവെർസേഷൻ എഴുതി തയ്യാറാക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് റിഡിലാണ്. നോക്കിയാലോ. ലുക്ക് അറ്റ് ദ റിഡിൽസ്, വൺ ഈസ് ഡൺ ഫോർ യു. എന്താണ്? നോക്കൂ, റിഡിൽസ് നോക്കാനാണ് നിങ്ങൾക്കായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. റൈറ്റ് യുവർ ആൻസേഴ്സ് ഇൻ ദ ബോക്സസ്. നിങ്ങളുടെ ആൻസേഴ്സ് ഈ ബോക്സസിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. ഐ ആം സ്വീറ്റ്, ഐ ആം ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്, ഐ ആം റൗണ്ട് ഇൻ ഷേപ്പ്. എന്താണ്? ഞാൻ വളരെ മധുരമുള്ളതാണ്. ഐ ആം സ്വീറ്റ്, ഐ ആം ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്, ഞാൻ പല കളറിലുണ്ട്. ഐ ആം റൗണ്ട് ഇൻ ഷേപ്പ്, ഷേപ്പ് എങ്ങനെയാണ്? യെസ്, റൗണ്ട് ആണ്. ആൻസർ എന്താണ്? ലഡു. ദെൻ നെക്സ്റ്റ് നമുക്ക് നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. ഐ ആം എ ഫ്രൂട്ട്, ഞാനൊരു ഫ്രൂട്ടാണ്. ഐ ആം സ്വീറ്റ്,
എന്താണ് മധുരമുള്ളതാണല്ലേ. റെഡ് ഇൻ കളർ, ഞാൻ റെഡ് കളറാണ്. ഏതാണ് കൂട്ടുകാരെ ഫ്രൂട്ട്? യെസ്, ആപ്പിൾ ആണല്ലേ. സോ നമുക്കവിടെ ആൻസർ എന്ത് എഴുതാം? ആപ്പിൾ. ഓക്കെ, ദെൻ സെക്കൻഡ് എന്താ പറയുന്നത്? ഐ ആം എൻ ആനിമൽ, ഐ ക്യാൻ റോർ, ഐ ആം ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. ഞാനൊരു ആനിമലാണ്, ഐ ക്യാൻ റോർ, എനിക്ക് ഗർജിക്കാൻ കഴിയും. ഐ ആം ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്, ഞാൻ കാട്ടിലെ രാജാവാണ്. ആരാണ് കൂട്ടുകാരെ ഇത്? യെസ്, ലയൺ ആണല്ലേ. ഓക്കെ, ദെൻ തേർഡ് എന്താണ്? ഐ ആം എ ബേർഡ്, ഐ ആം ഗ്രീൻ ഇൻ കളർ, ഐ ക്യാൻ ഇമിറ്റേറ്റ് ഹ്യൂമൻ ലാംഗ്വേജ്. എന്താണ്? ഞാനൊരു പക്ഷിയാണ്, ഐ ആം ഗ്രീൻ ഇൻ കളർ, എൻ്റെ കളർ എന്താണെന്നാണ് പറയുന്നത്? യെസ്, പച്ചയാണ്. ദെൻ ഐ ക്യാൻ ഇമിറ്റേറ്റ് ഹ്യൂമൻ ലാംഗ്വേജ്, എനിക്ക് മനുഷ്യൻ്റെ ഭാഷ ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കും. ആരാണ് കൂട്ടുകാരെ ഇത്? അതേ, പാരറ്റ് ആണല്ലേ. ദെൻ ഐ ആം എ വെഹിക്കിൾ ബട്ട് ഐ ഹാവ് നോ വീൽസ്, ഐ ട്രാവൽ ഓൺ വാട്ടർ. എന്താണ്? ഞാനൊരു വെഹിക്കിളാണ്, ഒരു വാഹനമാണ്. ബട്ട് ഐ ഹാവ് നോ വീൽസ്, പക്ഷേ എനിക്ക് എന്താണ്? ചക്രങ്ങളില്ല. ഐ ട്രാവൽ ഓൺ വാട്ടർ, ഞാൻ വാട്ടറിൽ, അതായത് വെള്ളത്തിൽ യാത്ര ഉപയോഗിക്കുന്നതാണല്ലേ. ഏതാണ് കൂട്ടുകാരെ വെഹിക്കിൾ? യെസ്, ബോട്ടാണല്ലേ. ഓക്കെ, ദെൻ ഐ ഹാവ് 4 legs ബട്ട് ഐ കനോട്ട് വാക്ക്, യു ക്യാൻ സിറ്റ് ഓൺ മീ. എനിക്ക് 4 കാലുണ്ട്, ബട്ട് ഐ കനോട്ട് വാക്ക്, പക്ഷെ എനിക്ക് നടക്കാൻ സാധിക്കില്ല. യു ക്യാൻ സിറ്റ് ഓൺ മീ, നിങ്ങൾക്ക് എന്നിൽ ഇരിക്കാൻ സാധിക്കും. ഇതാരാണ് കൂട്ടുകാരെ? യെസ്, ചെയർ ആണല്ലേ. ആൻസർ എന്താണ്? ചെയർ. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? പോസ്റ്റർ ആണല്ലേ. നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ബിലോ. താഴെ എന്താണ്? വെള്ളം വേസ്റ്റ് ആയത്, വാട്ടർ വേസ്റ്റ് ചെയ്യുന്ന കുറേ 2 പിക്ചേഴ്സ് നൽകിയിട്ടുണ്ടല്ലേ. ദെൻ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് സേവിങ് വാട്ടർ. അതായത് വെള്ളം സംരക്ഷിക്കുന്നതിനുള്ള അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള കുറച്ച് പോസ്റ്റേഴ്സ് നമ്മളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ചിത്രമൊക്കെ വരച്ച് എഴുതി പോസ്റ്റർ തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയാലോ. ഇതുപോലെ കൂട്ടുകാർക്ക് ചിത്രമൊക്കെ വരച്ച് മനോഹരമായി തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയാലോ. ആക്ടിവിറ്റി 6 എന്താണ്? യെസ്, ഡിസ്ക്രിപ്ഷൻ ആണല്ലേ. നോക്കൂ. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ചിത്രം നോക്കൂ. ഡിസ്ക്രൈബ് ദ പിക്ചർ. ചിത്രത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളെല്ലാം കാണാനുണ്ടല്ലേ. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ചിത്രത്തിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് എഴുതാം. This is a picture of a beautiful park. This is a picture of beautiful park. Then എന്താണ്? Yes, there is a big tree in the middle of the park and the tree hut on the tree. മിഡിൽ എന്താണ്? ഒരു വലിയ മരമുണ്ട്. Then a tree hut on the tree. Then there are 2 children is sitting on the seesaw. Then എന്താണ്? 2 കുട്ടികൾ സീസോയിലുണ്ടല്ലേ. There is a photographer and a painter. അവിടെ എന്തുണ്ട്? ഒരു ഫോട്ടോഗ്രാഫർ, ഒരു പെയിൻറ്ററുമുണ്ട്. Then one boy is playing football under the tree. മരത്തിന് താഴെയായിട്ടൊരു ആൺകുട്ടി ഫുട്ബോൾ കളിക്കുന്നുണ്ട്. There are many plants benches in the park. Then also there are beautiful butterflies and pretty flowers in the park. പിന്നെ എന്തൊക്കെയുണ്ട്? ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈസ് ഉണ്ട്, അതുപോലെ തന്നെ ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട്. There are so many rides in this park. Then there is a ice cream stand in the park. The children are enjoying in the park. Some birds are flying in the sky. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇതുപോലെ കൂട്ടുകാർക്ക് ചിത്രത്തിൽ എന്തൊക്കെയാണോ കാണാൻ സാധിക്കുന്നത് അതെല്ലാം എന്ത് ചെയ്യുക? ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതുക. ഓക്കെ, അങ്ങനെ കൂട്ടുകാർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.